എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 ഡിസംബർ 6-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പൊതുവെ SCRT എന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം അല്ലേ? അപ്പോൾ ടെക്സ്റ്റ് ഒക്കെ മാറി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ SCRT ടെക്സ്റ്റ് പഠിക്കാതെ എങ്ങനെയാണ് PSC പരീക്ഷയ്ക്ക് പോകുന്നത്? പ്രത്യേകിച്ച് ഇപ്പോൾ ഒരുപാട് മാർക്കുകൾ, പ്രത്യേകിച്ച് 10-15 ചോദ്യങ്ങൾ തന്നെ SCRT എന്ന് വരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ടാലന്റ് അറിവിടം എന്ന് പറയുന്ന പേരിൽ സോഷ്യലിനും അതുപോലെ തന്നെ സയൻസിനുമായിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ പുറത്തിറക്കിയിരിക്കുന്നത്. 2 പാർട്ടുകളായാണ് പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ പാർട്ട് 1 5, 7, 9 ക്ലാസ്സിലെ വിവരങ്ങൾ, ദെൻ പാർട്ട് 2 6, 8, 10 ക്ലാസ്സിലെ വിവരങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോറുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentkerala.com ഈ ബുക്കുകൾ ലഭ്യമാണ്. ഈ വർഷം വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ആണ് വെബ്കോ LDC എന്ന് പറയുന്നത്. നമുക്കറിയാം കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ബോണസ് കിട്ടിയ ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയായിരുന്നു. അത് മാത്രമല്ല ഒരു കാലത്തും നഷ്ടം വരാൻ സാധ്യതയില്ലാത്തൊരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് വെബ്കോ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വെബ്കോ LDക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ടാലന്റ് ഓൾറെഡി തന്നെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യുകയോ ചെയ്താൽ മതി. പൊതുവെ PSC പരീക്ഷയിലെ കറണ്ട് അഫയേഴ്സ് എത്ര മാർക്ക് വീതമാണ്? 10, 15, 20 ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കും. ഇത് മാത്രമല്ല സബ്ജക്ട് സൈഡിൽ നിന്നും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ടാലന്റ് ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് ബുക്ക് നിങ്ങൾക്കായിട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇനി അങ്ങോട്ട് ഒരുപാട് എക്സാമുകൾ വരാനുണ്ട്. കമ്പനി ബോർഡ് LGS ആയാലും, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയാലും, അല്ലെങ്കിൽ ഇപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അങ്ങനെ ഒരുപാട് എക്സാമുകൾ വരാനുണ്ട്. അപ്പോൾ ഈ എക്സാമുകൾക്കെല്ലാം പൊതുവായിട്ട് നമുക്ക് പ്രയോറിറ്റി കൊടുക്കാനുള്ളത് 2024-25 വർഷങ്ങളിലെ കറണ്ട് അഫയേഴ്സിനാണ്. സോ അതുകൊണ്ട് തന്നെ ഈ 2 വർഷങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ഫാക്ടർ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു ബുക്ക് പുറത്തിറക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല മുൻവർഷ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോറുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentkerala.com ലഭ്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാനുള്ള ആദ്യത്തെ പോയിന്റ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് പോകുന്നത് ഡിസംബർ 11 അല്ലേ? ഡിസംബർ 11 അതുപോലെ തന്നെ ഡിസംബർ 9 ഈ തീയതികളിലായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്? തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഈ 9-ാം തീയതി എന്താണ് നമ്മുടെ കേരളത്തിലെ സൗത്തിലുള്ള ജില്ലകൾക്കും ദെൻ 11 നോർത്തിലേക്കുള്ള ജില്ലകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ദെൻ 13-ാം തീയതിയാണ് വോട്ടെണ്ണൽ നടക്കുക. നമ്മൾ അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ബാലറ്റിന്റെ ലേബലുകളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ബാലറ്റ് ലേബലുകളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മുടെ പഞ്ചായത്ത് തലത്തിലുള്ള ലേബലുകൾ ഏത് നിറമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെള്ള നിറമാണ്. നമ്മുടെ സ്ഥാനാർത്ഥികളുടെ പേര് പതിപ്പിച്ച ലേബലാണ്. അപ്പോൾ അത് പഞ്ചായത്തിലാണെങ്കിൽ അത് വെള്ള നിറത്തിലായിരിക്കും. ദെൻ ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിൽ അത് പിങ്ക് നിറമായിരിക്കും. ബ്ലോക്ക് എന്ന് പറയുമ്പോൾ പിങ്ക് നിറമായിരിക്കും. ദെൻ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ആകുമ്പോഴത്തേക്കും അത് ഇളം നീല നിറമായിരിക്കും. സോ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ ബാലറ്റിന്റെ ലേബലുകളുടെ നിറമാണ് പറയുന്നത്. പഞ്ചായത്തിലെ വെള്ളയായിരിക്കും, ദെൻ ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിൽ അത് പിങ്ക് ആയിരിക്കും, ദെൻ ജില്ലാ പഞ്ചായത്ത് ആണെങ്കിൽ എന്തായിരിക്കും? ഇളനീല നിറമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നഗരസഭയുണ്ട്, കോർപ്പറേഷൻ ഉണ്ട്, ഇവിടെയൊക്കെ ഏത് നിറത്തിലുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ആകെ ഒറ്റ വോട്ട് മാത്രമേ ഉള്ളൂ. കാരണം ഈ പഞ്ചായത്ത് തലത്തിലേക്ക് വരുമ്പോൾ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അവിടെ മാത്രമാണ് 3 വോട്ടുള്ളത്. അല്ലാതെ നഗരസഭയിലേക്കും കോർപ്പറേഷനിലേക്കും വരുമ്പോൾ അവിടെ ആകെ ഒരേ ഒരു വോട്ട് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ അവിടുത്തെ ലേബലിന്റെ നിറം എന്ന് പറയുന്നതും ഏത് തന്നെയാണ്? വെള്ള നിറം തന്നെയാണ്. സോ ഈ ഒരു കാര്യം കൂടി ഓർക്കുക. ബാക്കി വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് അതിന്റെ ഫലം പ്രഖ്യാപനം നടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ചർച്ച ചെയ്യാം. അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ്. അതായത് ക്രോസ് വേർഡ് ബുക്ക് പ്രൈസ്. നിങ്ങളൊക്കെ കേട്ട് കാണും ഈ പുരസ്കാരത്തെ പറ്റി. അതായത് നമ്മുടെ ഇന്ത്യൻ എഴുത്തുകാരുടെയും അവരുടെ സാഹിത്യ രചനകളെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നൊരു പുരസ്കാരമാണ് ക്രോസ് വേർഡ് ബുക്ക് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് മലയാളികളെ മാത്രമേ ഉള്ളൂ. കാരണം 2025 ക്രോസ് വേർഡ് ബുക്ക് പ്രൈസ് നേടിയ മലയാളികളെ പറ്റിയാണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്? പറയാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് മനോജ് കുറൂർ എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. സോ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? 2025 ക്രോസ് വേർഡ് ബുക്ക് പ്രൈസിലെ വിവർത്തന പുരസ്കാരം കിട്ടി. അപ്പോൾ അദ്ദേഹത്തിന്റെ നിലം പൂത്ത് മലർന്ന നാൾ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് പുരസ്കാരം കിട്ടിയത്. ആ ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ജെ ദേവികയാണ്. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, ജെ ദേവികയാണ് ഈ പറയുന്ന മനോജ് കുറൂരിന്റെ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത് വിവർത്തനം ചെയ്തത്. സോ ആ പുസ്തകത്തിനാണ് പുരസ്കാരം കിട്ടിയത്. ഇനി ഞാൻ പറഞ്ഞു ക്രോസ് വേർഡ് ബുക്ക് പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സാഹിത്യകാരെ എന്നാണ് അവരുടെ രചനകളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു അവാർഡാണ്. ഇത് 1998 എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നത്. 1998 ആരംഭിച്ചൊരു പുരസ്കാരം കൂടിയാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക.
ഇനി അതുപോലെ തന്നെ നോൺ ഫിക്ഷൻ കാറ്റഗറിയിൽ നമ്മുടെ മലയാളിക്ക് തന്നെയാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത് മനു എസ് പിള്ള. മനു എസ് പിള്ളയ്ക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നോൺ ഫിക്ഷൻ കാറ്റഗറിയിൽ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. സോ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കും. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മുടെ ആന്ധ്രാപ്രദേശിൽ ആരംഭിച്ച ഒരു പദ്ധതിയുടെ പേരെന്ന് പറയുന്നത് റൈതന്ന മീ കോസം. എന്താണ് റൈതന്ന മീ കോസം എന്ന് പറയുന്ന ഒരു പദ്ധതി, ഒരു സംരംഭം. അപ്പൊ എന്താണ് ഈ സംരംഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർഷകരുടെ ക്ഷേമം എന്ത് ചെയ്യുക, ശക്തിപ്പെടുത്താൻ വേണ്ടത് കർഷക ക്ഷേമത്തിന് വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് കൊണ്ടുവന്നൊരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് റൈതന്ന മീ കോസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു മറ്റ് സംസ്ഥാനങ്ങളിലെ പദ്ധതിയൊക്കെ PSCക്ക് ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ സുഭദ്ര പദ്ധതി പോലുള്ള കാര്യങ്ങളൊക്കെ PSC ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കാര്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. റൈതന്ന മീ കോസം എന്ന് പറയുന്ന പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്, കർഷക ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ആരംഭിച്ചത് ആന്ധ്രാപ്രദേശ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അവിടുത്തെ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചന്ദ്രബാബു നായിഡു ആണ്. ഇനി അടുത്തത് നിങ്ങൾ എല്ലാവരും കണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്ര തലവൻ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് 2025 ഡിസംബറിൽ ഇന്ത്യ സന്ദർശനം നടത്തിയ റഷ്യൻ പ്രസിഡന്റ്. അപ്പോൾ റഷ്യയുടെ പ്രസിഡന്റ് എല്ലാവർക്കും അറിയാം അല്ലെ, വ്ളാഡിമിർ പുടിൻ ആണ് നിലവിലെ റഷ്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത്. സോ അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നു, ഇന്ത്യ സന്ദർശിച്ചിരിക്കുന്നു. സോ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. കാരണം പല സമയങ്ങളിലായിട്ട് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഒക്കെ വന്ന സമയത്ത് അത് PSC ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം, എങ്കിലും ഒന്ന് ഓർത്തു വയ്ക്കുക. 2025 ഡിസംബറിൽ ഇന്ത്യ സന്ദർശനം നടത്തിയ റഷ്യൻ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, അത് വ്ളാഡിമിർ പുടിൻ ആണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് മൈക്കലാഞ്ചലോ ഡോം എന്ന് പറയുന്ന പേരിൽ AI അധിഷ്ഠിത പ്രതിരോധ കവചം അവതരിപ്പിച്ച രാജ്യം ഏതാണ്? അപ്പൊ എന്താണ് നമ്മുടെ ഒരു രാജ്യം എന്ത് ചെയ്തിരിക്കുകയാണ്, മൈക്കലാഞ്ചലോ ഡോം എന്ന് പറയുന്ന പേരിൽ AI അധിഷ്ഠിത പ്രതിരോധ കവചം എന്ത് ചെയ്തിരിക്കുന്നു, അവതരിപ്പിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ ഇറ്റലി ആണെന്നുള്ള കാര്യം ഓർക്കുക. അതായത് ഒരു ആന്റി മിസൈൽ സിസ്റ്റം ആണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന മൈക്കലാഞ്ചലോ ഡോം എന്ന് പറയുന്നത്. അപ്പൊ അത് പുറത്തിറക്കിയത് ആരാണ്, ഇറ്റലിയാണ്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട ഒരു തീമാണ്. ഇതിനു മുൻപ് PSC ചോദിച്ചിട്ടുള്ള ഒരു തീം കൂടിയാണ്. അതായത് 2025 അന്താരാഷ്ട്ര മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? അപ്പോൾ 2025 അന്താരാഷ്ട്ര മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ്. എന്താണ് ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ് എന്നുള്ളതാണ് 2025 അന്താരാഷ്ട്ര മണ്ണ് ദിനത്തിന്റെ പ്രമേയം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്നാണ് അന്താരാഷ്ട്ര മണ്ണ് ദിനം ആചരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിസംബർ 5. എന്നാണ് ഡിസംബർ 5 ആണ് എന്തായിട്ട് ആചരിക്കുന്നത്, അന്താരാഷ്ട്ര മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് ഈ ഒരു പോയിന്റ് ഒന്ന് ഓർത്തു വയ്ക്കുക. ഇതിനു മുൻപ് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ ഡിസംബർ 5 പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്കൊരു വിക്ഷേപണം കൂടി ഓർത്തെടുത്താലോ. 2024 ഡിസംബർ 5 നടത്തിയ ഒരു പ്രധാനപ്പെട്ട വിക്ഷേപണം എത്ര പേർക്ക് ഓർമ്മയുണ്ട്? പ്രോബ 3 അല്ലെ. പ്രോബ 3 വിക്ഷേപിച്ചത് 2024 ഡിസംബർ 5 സോ അതുകൂടി ഒന്ന് ഇതിനൊപ്പം ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ചൊവ്വയിൽ പണ്ട് ജലസാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതിന് തെളിവായിട്ട് അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയ ഒരു പുരാതന നദീതട വ്യവസ്ഥ. അതിന്റെ പേരെന്താണ്? അപ്പൊ എന്താണ് ചൊവ്വയിൽ എന്ത് ചെയ്തിരിക്കുന്നു, ഒരു പുരാതന നദീതട വ്യവസ്ഥ എന്ത് ചെയ്തിരിക്കുന്നു, മാപ്പ് ചെയ്തിരിക്കുകയാണ്, അവര് കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പേരെന്ന് പറയുന്നത് പരാന വാലസ്. എന്താണ് പരാന വാലസ് എന്നാണ് ഈ പറയുന്ന ഒരു നദീതട വ്യവസ്ഥയുടെ പേര്. അതായത് ഒരുപാട് പ്രാചീനമായിട്ട് നിലനിന്നിരുന്ന ഒരു നദീതട വ്യവസ്ഥയാണ് ഈ ഒരു ചൊവ്വയിൽ കണ്ടെത്തിയത്. അപ്പൊ ഇനി ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് നമ്മുടെ ഇവിടെ പരാന വാലസ് എന്നാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഈ പരാന എന്ന് പറയുന്ന പേര് വളരെ പ്രശസ്തമായ ഒരു നദിയിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് തെക്കേ അമേരിക്കയിലെ ഒരു നദിയാണ് ഈ പറയുന്ന പരാന എന്ന് പറയുന്നത്. സോ ആ നദിയുടെ പേരിൽ നിന്നാണ് ഈ പറയുന്ന പരാന വാലസ് എന്ന് പറയുന്ന പേര് ഈ ഒരു നദീതട വ്യവസ്ഥയ്ക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, നൽകിയിരിക്കുന്നത്. സോ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് അഗെയിൻ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് അടുത്തിടെ ഇന്ത്യൻ ഗവേഷകർ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ഉപയോഗിച്ച് കണ്ടെത്തിയ സർപ്പിൾ ആകൃതിയിലുള്ള കൂറ്റൻ താരാപഥത്തിന് നൽകിയ പേര് എന്താണ്? അപ്പോൾ ഒരു ഗാലക്സി എന്ത് ചെയ്തിരിക്കുകയാണ്, നമ്മുടെ ഇന്ത്യൻ ഗവേഷകരെ കണ്ടെത്തിയിരിക്കുകയാണ്. അതായത് ഏത് ടെലസ്കോപ്പ് ഉപയോഗിച്ച, ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ഉപയോഗിച്ച് നമ്മുടെ ഇന്ത്യൻ സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവേഷകർ എന്ത് ചെയ്തിരിക്കുന്നു, ഒരു ഗാലക്സി കണ്ടെത്തിയിരിക്കുകയാണ്. അതിന് പേര് നൽകിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അളകനന്ദ. ഇതാണ് അളകനന്ദ. ഈ അളകനന്ദയെ പറ്റി പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലെ. അളകനന്ദ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹിമാലയൻ നദിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അളകനന്ദ നദിയുടെ പേരാണ് ഈ ഒരു ഗാലക്സിക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകലം എന്ന് പറയുന്നത് തന്നെ 1200 കോടി പ്രകാശ വർഷമാണ് കേട്ടോ. 1200 കോടി പ്രകാശ വർഷം അകലെയുള്ള ഒരു ഗാലക്സി ആണെന്നുള്ള കാര്യം ഓർക്കുക. ദെൻ നമ്മുടെ പ്രപഞ്ചം രൂപപ്പെട്ട 150 കോടി വർഷം ഉണ്ടായിരുന്ന സമയത്ത് എന്താണ് നിലനിന്നിരുന്ന ഒരു ഗാലക്സിയാണ്. ആ സമയം മുതൽ നിലനിൽക്കുന്ന ഒരു ഗാലക്സിയാണ് ഏതെന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടെത്തി ഈ അളകനന്ദ എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുതിയ ഇനം അല്ല, ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു സസ്യം തന്നെയാണ്. അതിനെ കണ്ടെത്തിയതുമായി
ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് സസ്യത്തിന്റെ പേര് ആദ്യമേ നമുക്ക് പറയാം, ക്യാമ്പെല്ലിയ ഒറാൻഡിയാക്ക. എന്താണ് ക്യാമ്പെല്ലിയ ഒറാൻഡിയാക്ക എന്ന് പറയുന്ന ഒരു സസ്യത്തെ എന്ത് ചെയ്തിരിക്കുന്നു, വീണ്ടും കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ പറയാനുള്ള കാരണം 175 വർഷങ്ങൾക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇത് കണ്ടെത്തുന്നത്. അപ്പൊ ഈ ഒരു സസ്യത്തെ 175 വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തുകയാണ്. എവിടെ നിന്നാണ് കണ്ടെത്തിയത് ചോദിച്ചു കഴിഞ്ഞാൽ വയനാടിലെ 900 വനമേഖലയിൽ നിന്നും കണ്ടെത്തിയതാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു സസ്യം. കാരണം ഇതിനു മുൻപ് ഇത് വംശനാശം സംഭവിച്ചു എന്നൊക്കെ കരുതിയിരുന്ന ഒരു സസ്യമാണ്. കാരണം ഇതിന്റെ ആയുസ് അധിക കാലമൊന്നുമില്ല, വളരെ കുറച്ച് അല്ലെങ്കിൽ ഒരാഴ്ചക്കകമൊക്കെ നീണ്ടു നിൽക്കുന്ന ആയുസ് മാത്രമേ ഈ ഒരു സസ്യത്തിനുള്ളൂ. ഇതൊരു പരാത സസ്യമാണെന്നുള്ള കാര്യം ഓർക്കുക. പ്രത്യേകിച്ച് കുറിഞ്ഞി ചെടിയുടെ വേരിൽ നിന്ന് എന്താണ് പോഷകങ്ങളെ വലിച്ചെടുത്ത് ജീവിക്കുന്ന ഒരു പരാത സസ്യമാണ് ഈ പറയുന്ന ക്യാമ്പെല്ലിയ ഒറാൻഡിയാക്ക എന്ന് പറയുന്നത്. അപ്പൊ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പൊ ഇവിടെ കുറിഞ്ഞി പറഞ്ഞല്ലേ, അപ്പോൾ കുറിഞ്ഞി പറഞ്ഞെങ്കിൽ നമ്മുടെ നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്താ, സ്ട്രോബിലാന്തസ് കുന്തിയാന. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം, നമ്മുടെ സുപ്രീം കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് തിരുവനന്തപുരം നെട്ടുകാൽ തേരിയിലെ തുറന്ന ജയിലിന്റെ 180 ഏക്കർ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റിന് കൈമാറാനായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, സുപ്രീം കോടതി അനുമതി നൽകിയിരിക്കുകയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ എന്ത് ചെയ്യുന്നു, എന്ത് വരാൻ പോവുകയാണ്, ബ്രഹ്മോസിന്റെ മിസൈൽ നിർമ്മാണ യൂണിറ്റ് വരാൻ പോവുകയാണ്. എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽ തേരി എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് ഇത് വരാൻ പോകുന്നത്. നമ്മുടെ കേരളത്തിലെ തുറന്ന ജയിലൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് എവിടെ എന്ന് പറയുന്നത്, നെട്ടുകാൽ തേരി എന്ന് പറയുന്നത്. നമ്മുടെ നെയ്യാർ ഡാമിന്റെ ഒക്കെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ പറയുന്ന നെട്ടുകാൽ തേരി. സോ എന്ത് ചെയ്യുന്നു, നെട്ടുകാൽ തേരിയിലെ തുറന്ന ജയിലിന്റെ 180 ഏക്കർ ഭാഗം എന്തിനു വേണ്ടിയിട്ടാ, ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റിനെ കൈമാറാനായിട്ട് തീരുമാനിച്ചു. ദെൻ ഇത് മാത്രമല്ല മറ്റ് 2 കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ SSB അഥവാ സശസ്ത്ര സീമാ ബെല്ലിന്റെ കേന്ദ്രവും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. ഇനി അത് മാത്രമല്ല കേന്ദ്ര ഫോറൻസിക് സർവകലാശാലയുടെ സ്ഥാനമാണ്, അവർക്ക് വേണ്ടിയിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, സ്പേസ് നൽകിയിട്ടുണ്ട്. സോ ഇത് മൂന്നും എന്ത് ചെയ്യുകയാണ്, നമ്മുടെ തുറന്ന ജയിലിന്റെ ആ ഒരു ഏരിയയിൽ വരാൻ പോവുകയാണ്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. മേ ബി ഇങ്ങനെ സ്ഥലമായിരിക്കാൻ ചോദിക്കാൻ പോകുന്നത്. ഏറ്റവും പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, ബ്രഹ്മോസിന്റെ മിസൈൽ നിർമ്മാണ യൂണിറ്റിന് അനുമതി ലഭിച്ച നെറ്റുകാൽ തേരി എവിടെയാണെന്നോ അല്ലെങ്കിൽ അത് എവിടെയാണ് വരുന്നതെന്നോ അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള കമ്പനി ബോർഡ് LGS റാങ്ക് ഫെയിൽ ഓൾറെഡി തന്നെ ടാലന്റ് പുറത്തിറക്കിയിരിക്കുകയാണ്. മുൻവർഷ ചോദ്യങ്ങളും ന്യൂ SCRT ഫാക്ടറികളും ഒക്കെ ഉൾപ്പെടുത്തി സിലബസ് അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒറ്റ വോളിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പം സിലബസ് കവർ ചെയ്യാനും വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ബുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലോ അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളോ അല്ലെങ്കിൽ ചാനലിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.channelkela.com സന്ദർശിച്ചാൽ മതി. നിങ്ങളിൽ പല ആൾക്കാരും ബീറ്റ് ഫോറസ്റ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതിലെ സ്പെഷ്യൽ ടോപ്പിക് അറിയാലോ, 20 മാർക്കല്ലേ. അപ്പോൾ ആ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഒരു വർക്ക്ഷോപ്പ്, ഒരു ഫ്രീ വർക്ക്ഷോപ്പ് ടാലന്റ് സംഘടിപ്പിക്കുകയാണ്. ടാലന്റിന്റെ നെയ്യാറ്റിങ്കര ബ്രാഞ്ചിൽ വെച്ചാണ് നടത്തുന്നത്. ഈ വരുന്ന ഡിസംബർ 12-ാം തീയതി രാവിലെ 10 മണിയാണ് സമയം എന്ന് പറയുന്നത്. അപ്പോൾ ടാലന്റിന്റെ സ്റ്റുഡൻസിന് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും, ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആർക്ക് വേണമെങ്കിലും ഈ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാവുന്നതാണ്. ഞങ്ങളുടെ ക്ലാസ്സുകളുടെ നിലവാരം മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ടും ഈ ഒരു വർക്ക്ഷോപ്പിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനുമായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ചർച്ചയുടെ പോയിന്റ് ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പ് ബാലറ്റിന്റെ ലേബലിനെ പറ്റി പറഞ്ഞല്ലേ. പഞ്ചായത്തിലെ വെള്ള നിറമാണ്. ദെൻ ബ്ലോക്ക് പഞ്ചായത്ത് ആണെങ്കിൽ അത് പിങ്ക് ആണ്. ജില്ലാ പഞ്ചായത്ത് ആണെങ്കിൽ ഇളം നീല നിറമാണ്. ദെൻ കോർപ്പറേഷനോ നഗരസഭയോ ആണെങ്കിൽ അത് വെള്ള ലേബൽ ആണെന്നുള്ള കാര്യം ഓർക്കുക. ദെൻ അതിനുശേഷം പറഞ്ഞു 2025 ക്രോസ് വേർഡ് ബുക്ക് പ്രൈസ് വിവർത്തന പുരസ്കാരം ആർക്കായിരുന്നു, നമ്മുടെ മനോജ് കുറൂരിന്റെ പുസ്തകത്തിനാണ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ജയദേവികയാണ്. ദെൻ അതിനുശേഷം പറഞ്ഞു ഒരു പദ്ധതി, എന്താണ് പദ്ധതിയുടെ പേര്, റൈത്തന്ന മീകോസം. എന്താണ് റൈത്തന്ന മീകോസം എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് ആന്ധ്രാപ്രദേശിലാണ്. കർഷകരുടെ ക്ഷേമം മുൻനിർത്തി ആരംഭിച്ചൊരു പദ്ധതിയാണ് റൈത്തന്ന മീകോസം എന്ന് പറയുന്നത്. അതിനുശേഷം പറഞ്ഞു എന്താണ്, വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ച കാര്യം പറഞ്ഞു. സോ റഷ്യയുടെ പ്രസിഡന്റ് ആണ് അദ്ദേഹം. എന്ത് ചെയ്യുന്നു, 2025 ഡിസംബറിൽ ഇന്ത്യ സന്ദർശിച്ചു. അതിനുശേഷം ഒരു പ്രതിരോധ സംവിധാനമാണ് പറഞ്ഞത്. അതായത് മൈക്കലാഞ്ചലോ ഡോം എന്ന പേരിൽ AI അധിഷ്ഠിത പ്രതിരോധ കവചം അവതരിപ്പിച്ച രാജ്യം ഏതാണ്, ഇറ്റലി ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം പറഞ്ഞത് ഒരു പ്രമേയമാണ്. നമുക്കറിയാം 2025 മണ്ണ് ദിനം. മണ്ണ് ദിനം എന്ന് പറയുമ്പോൾ എന്താണ്, ഡിസംബർ 5-ാം തീയതിയാണ് ആചരിക്കുന്നത് അല്ലെ. അപ്പോൾ 2025 മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്താണ്, ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ് എന്നുള്ളതാണ് പ്രമേയം. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അതിനുശേഷം ഒരു നദീതട വ്യവസ്ഥ കണ്ടെത്തിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. അതായത് ചൊവ്വയിൽ പണ്ട് ജലസാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതിനെ തെളിവായിട്ട് അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയ പുരാതന നദീതട വ്യവസ്ഥ ഏതാണ്, പരാന വയലസ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഈ പരാന എന്ന് പറയുന്ന നദി എന്ന് പറയുന്നത് തെക്കേ അമേരിക്കയിലെ ഒരു നദിയാണ്. അതിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിന് പേര് നൽകിയിരിക്കുന്നത്. അതിനുശേഷം പറഞ്ഞത് നമ്മുടെ ഇന്ത്യക്കാർ കണ്ടെത്തിയ ഒരു ഗാലക്സിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതായത് എന്തിന്റെ സഹായത്തോടെ, ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിന്റെ സഹായത്തോടു
കൂടി നമ്മുടെ ഇന്ത്യൻ ഗവേഷകരെ കണ്ടെത്തിയ സർപ്പിൾ ആകൃതിയിലുള്ള ഒരു താരാപഥം, അതിന്റെ പേര് അളകനന്ദ എന്നാണ്. പേരിൽ നിന്ന് തന്നെ മനസ്സിലാവുമല്ലോ, നമ്മുടെ ഇന്ത്യൻ നദിയായിട്ടുള്ള അളകനന്ദയിൽ നിന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ദെൻ ഇതെന്ന് പറയുന്നത് എന്താണ്, 1200 കോടി പ്രകാശ വർഷം അകലെയുള്ള ഒരു ഗാലക്സിയാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞ പോലെ എന്തായിരുന്നു, ഒരു സസ്യത്തെ പറ്റിയായിരുന്നു. അതായത് ക്യാമ്പലിയ ഒറാൻഡിയാക്ക എന്ന് പറയുന്ന ഒരു സസ്യം. ശരിക്കും പറഞ്ഞാൽ 175 വർഷങ്ങൾക്ക് ശേഷമാണ് അതിനെ കണ്ടെത്തുന്നത്. വയനാട് എന്നാണ് കണ്ടെത്തുന്നത്. ഇതൊരു പരാത സസ്യമാണ്. മേ ബി എന്താണ്, വംശനാശം സംഭവിച്ചു എന്ന് കരുതിയിരുന്ന ഒരു സസ്യമാണ്. അതിനെന്ത് ചെയ്തിരിക്കുന്നു, വീണ്ടും കണ്ടെത്തിയിരിക്കുന്നു. അതിനുശേഷം നമ്മുടെ തിരുവനന്തപുരം നെട്ടുകാൽ തേരിയിലെ തുറന്ന ജയിലിന്റെ 180 ഏക്കർ ബ്രഹ്മോസിന്റെ മിസൈൽ നിർമ്മാണ യൂണിറ്റിന് കൈമാറാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തു, ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 2025 ഡിസംബറിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ വ്യക്തി ആരെന്നാണ്. അപ്പോൾ സൊണാലി സെൻഗുപ്ത, ഉഷ ജാനകിരാമൻ, സഞ്ജയ് കുമാർ, സഞ്ജയ് മൽഹോത്ര. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, ഏക്വറിന്റെ 14ാമത് പതിപ്പിന്റെ വേദി എവിടെയെന്നാണ്. കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡർ ആരെന്നാണ് ചോദ്യം. അപ്പോൾ സ്മൃതി മന്ദാന, ഷെഫാലി വർമ്മ, ഹർമൻപ്രീത് കൗർ, ദീപ്തി ശർമ്മ. ശരി ഉത്തരം ഏതാണ്, അത് ഹർമൻപ്രീത് കൗർ ആണ്. നമുക്കറിയാം ഈ പറയുന്ന ഹർമൻപ്രീത് കൗർ ആണ് 2025 വനിതാ ഏകദിന ലോകകപ്പ് ഇന്ത്യ നേടുമ്പോൾ ഇന്ത്യൻ ടീമിനെ നയിച്ചത്. അത് മാത്രമല്ല, അന്താരാഷ്ട്ര വനിതാ T20 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിതയും ഈ പറയുന്ന ഹർമൻപ്രീത് കൗർ ആണ്. WPL അഥവാ വുമൻസ് പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിനെ 2 തവണ കിരീടത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ കൂടിയാണ്. സോ അത്രയും കാര്യം ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക. രണ്ടാമത്തെ ചോദ്യം, ക്രിക്കറ്റിലെ ഒരു ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ താരം ആര് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് വിരാട് കോഹ്ലി ആണ്. അപ്പോൾ നമുക്കറിയാം ക്രിക്കറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 3 ഫോർമാറ്റുകളാണ് അല്ലെ, ടെസ്റ്റ്, 2020, ഏകദിനം. അപ്പോൾ അതിൽ ടെസ്റ്റിൽ നോക്കുവാണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ ഓൾറെഡി തന്നെ 51 സെഞ്ചുറികൾ നേടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിരാട് കോഹ്ലിക്ക് ഏകദിനത്തിൽ 51 സെഞ്ചുറികൾ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഈക്വൽ ആയിരുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സെഞ്ചുറി നേടിയപ്പോൾ വിരാട് കോഹ്ലിക്ക് 52 സെഞ്ചുറികളായി. സോ അങ്ങനെയാണ് ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നത്. സോ ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി സച്ചിന്റെ പേരിലാണ്. ഏകദിനത്തിലാണെങ്കിൽ വിരാട് കോഹ്ലി ആണ്. ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ എന്നാണെങ്കിൽ എന്താണ്, വിരാട് കോഹ്ലിയാണ് ആൻസർ. സോ ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക. നല്ലപോലെ വർക്ക് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2025 ഡിസംബർ 6 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.